ഇന്ന് നമ്മൾ വോളിയം എന്ന ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ മെഷർ പഠിക്കണം, പുതിയൊരളവാണ് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ എല്ലാം വോളിയം കാണുമ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബിലല്ലേ പഠിച്ചത്. അതായത് ഘന സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ? ഓക്കെ, സെൻറ്റിമീറ്റർ ക്യൂബ് ഇങ്ങനെയല്ലേ പഠിച്ചത്. ഈ ഘന സെൻറ്റിമീറ്ററും സെൻറ്റിമീറ്റർ ക്യൂബുമൊക്കെ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവും ഉള്ള സമചതുര കട്ട, അതായത് ക്യൂബുകളുടെ വ്യാപ്തമല്ലേ. അതിനല്ലേ നമ്മൾ 1 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ക്യൂബുകളുടെ വോളിയത്തിനെയാണല്ലോ നമ്മൾ 1 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഇത് പുതിയൊരു കാര്യമാണ്. ഇപ്പം ഇതിൻ്റെ നീളം 1 മീറ്ററാണ്, വീതി 1 മീറ്ററാണ്, അതുപോലെ ഉയരവും 1 മീറ്റർ ആണെന്ന് വെക്കുക. ഇതുവരെ പഠിച്ചത് നീളം 1 സെൻറ്റിമീറ്റർ, വീതി 1 സെൻറ്റിമീറ്റർ, അതേപോലെ ഉയരവും 1 സെൻറ്റിമീറ്റർ എന്നാണ്. ഇനി ഇവിടുന്ന് സെൻറ്റിമീറ്ററിന് പകരം അതൊക്കെ മീറ്ററിലേക്ക് ആവുകയാണെങ്കിലോ, അപ്പം നമ്മൾ ഇതിൻ്റെ വോളിയത്തിന് എന്താ ചെയ്യുക? എന്ത് മാറ്റാണ് വരിക? നമുക്കറിയാം, ഈ വോളിയം ഉണ്ടല്ലോ, 1 മീറ്റർ എന്ന് പറയുന്നത്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഭാഗം 100 സെൻറ്റിമീറ്റർ, നീളം വീതി ഒക്കെ 100 സെൻറ്റിമീറ്റർ ആവും അല്ലേ? എല്ലാം 100 സെൻറ്റിമീറ്റർ ആവൂലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എന്തായിരിക്കും വരിക? അതും 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ എന്നല്ലേ വരിക. അപ്പോൾ നമുക്ക് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, നീളം 100 ആണ്, ഉയരം 100 ആണ്, വീതി 100 ആണ്. ഇത് ഗുണിച്ചാൽ നമുക്ക് 1, 2, 3 ഇത്രയ്ക്കും സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ, അതുമല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത്രയ്ക്ക് ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഏതൊരു ക്യൂബിൻ്റെയും വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. എന്നാൽ നമുക്ക് ഇത് ഇത്രയ്ക്ക് വലിയ നമ്പറായിട്ട് പറയാൻ ബുദ്ധിമുട്ടല്ലേ? പകരം നമുക്ക് ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാതെ മീറ്ററിൽ തന്നെ എങ്ങനെയെങ്കിലും പറയാൻ കഴിയുമോ? കഴിയും. അതെങ്ങനെയാ? ഇത് 1 മീറ്റർ, ഇവിടെയും 1 മീറ്റർ, ഹൈറ്റും 1 മീറ്റർ അല്ലേ? നമ്മൾ സെൻറ്റിമീറ്ററിലായിരിക്കുമ്പോൾ എന്താണോ ചെയ്തിരുന്നത് അതുപോലെ ഇവിടെയും ചെയ്യാം. അതായത് വോളിയം കാണാൻ നമ്മൾ നീളം ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ ചെയ്തിരുന്നത്. അതേപോലെ ഇതും ചെയ്യാം. ലെങ്ത്ത് 1 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 1 മീറ്റർ ആണ്, ഹൈറ്റും 1 മീറ്റർ ആണ്. 1 ഇൻറ്റു 1 ഇൻറ്റു 1 അതെത്രയാ? 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാ? 1 അല്ലേ? അത്രയ്ക്ക് ഇതുവരെ നമ്മൾ പഠിച്ചത് സെൻറ്റിമീറ്ററിലായിരുന്നു. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ ക്യൂബ് എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ നമ്മളത് മീറ്ററിലേക്ക് മാറുമ്പോൾ സെൻറ്റിമീറ്റർ എന്നതിന് പകരം മീറ്റർ എന്നാക്കി പറയണം. അതായത് 1 ഘനമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ്, അതും അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ്. ഇതിൽ ഏതെങ്കിലും ആയിരിക്കണം പറയാം.
ചെറിയ അളവുകളായിട്ടുള്ള സെൻറ്റിമീറ്ററിൽ നിന്നും മീറ്ററിലേക്ക് മാറുമ്പോൾ വോളിയം ഘനമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്നൊക്കെയായിട്ടാണ് മാറുക. ഓക്കെ, അതാണ് പറയുന്നത്. വലിയ വസ്തുക്കളുടെ വ്യാപ്തം പറയുന്നത് ഘനമീറ്റർ ഉപയോഗിച്ചാണ്. അതായത് നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞു സെൻറ്റിമീറ്ററിലുള്ള സാധനങ്ങളെയല്ലേ നമുക്ക് ഇതുപോലെ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് പറയാൻ കഴിയുള്ളൂ. വലിയ വലിയ സാധനം, അതായത് ഫ്ലാറ്റുകളൊക്കെ ആവുമ്പോൾ നമ്മൾ വലിയ വലിയ ഫ്ലാറ്റുകളുടെയൊക്കെ വോളിയം പറയുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ കുഞ്ഞ് സ്കെയിൽ വെച്ചിട്ട് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് അളക്കാൻ കഴിയില്ലല്ലോ. അതൊക്കെ എത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെയല്ലേ പറയാൻ കഴിയുള്ളൂ. അതേപോലെ ഒരു പാലത്തിൻ്റെ നീളം, പാലത്തിൻ്റെ കട്ടി, വോളിയം, അതെത്ര കോൺക്രീറ്റ് ഉണ്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊന്നും നമുക്ക് എന്ത് കഴിയൂല, സെൻറ്റിമീറ്റർ എടുത്ത് അളക്കാൻ കഴിയൂല. അപ്പോഴൊക്കെ നമ്മൾ ഘന സെൻറ്റിമീറ്റർ, അതായത് മീറ്ററാണ് എടുക്കുക. ഘനമീറ്റർ, മീറ്റർ ക്യൂബ് അങ്ങനെയാണ് എടുക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലോറിയിൽ, ഒരു ട്രക്കിൽ കേട്ടോ, 4 മീറ്റർ നീളമുണ്ട്, 2 മീറ്റർ വീതിയുണ്ട്, 1 മീറ്റർ ഉയരമുണ്ട്. അത്രയ്ക്ക് വലുപ്പമുള്ള ആ കൊട്ട നിറയെ മണലാണ്. ഓക്കെ, സാൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഘനമീറ്റർ സാൻഡ്, അതായത് 1 ക്യൂബിക് മീറ്റർ സാൻഡിൻ്റെ വില 1000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മൊത്തം സാൻഡിന് എത്ര വിലയുണ്ടാവും, മണലിന് എത്ര വിലയുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു ലോറിയുണ്ട്, ആ ലോറി നിറച്ച് മണലുണ്ട്. ആ ലോറിയിലുള്ള കൊട്ടയിൽ കുറേ മണലുണ്ട്. എത്രയാണ് മണലിൻ്റെ അളവ് പറയുന്നത്? ആ കൊട്ടേൻ്റെ അളവ് എന്ന് പറയുന്നത്, ലോറിക്ക് ഒരു കൊട്ടയുണ്ടാവൂലേ, ആ കൊട്ടേൻ്റെ അളവ് 4 മീറ്റർ നീളമുണ്ട്. ഓക്കെ, 4 മീറ്റർ നീളമുണ്ട്, 2 മീറ്റർ വീതിയുണ്ട്, 2 മീറ്റർ വീതിയുണ്ട്, 1 മീറ്റർ ഹൈറ്റും ഉണ്ട്, 1 മീറ്റർ ഹൈറ്റും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ലോറിയുടെ കൊട്ട കിടക്കുന്നത്. ഈ കൊട്ട നിറയെ മണലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മണലിൻ്റെ ഒരു ക്യൂബ്, 1 മീറ്റർ ക്യൂബ്, അതിപ്പോൾ ഏകദേശം ഇത്രയ്ക്ക് വലുപ്പം ഉണ്ടാവുള്ളൂ ഒരു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മൊത്തം എത്ര ഉണ്ടാവുമോ അത്രത്തിൻ്റെയും പ്രൈസ് എത്രയാണ്, വില എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടാൽ പോരെ, കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾക്കിപ്പോൾ തന്നിട്ടുള്ളത് എന്താ? അതായത് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് ഒരു ലോറിയിൽ 4 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 1 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു ലോറിയിൽ മണലുണ്ട്. ആ മണൽ, അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താ? അതിൻ്റെ വോളിയം എത്രയാണ് കാണണം. അപ്പോൾ നമുക്ക് വോളിയം കാണാം. ഫസ്റ്റ് വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളം ഇവിടെ എത്രയാണ്? 4 മീറ്റർ, വീതിയോ 2 മീറ്റർ, ഉയരം 1 മീറ്റർ. ഇത് 3ഉം കൂടെ ഗുണിച്ചാൽ എത്രയാ? 8 സെൻറ്റിമീറ്റർ ആണോ? അല്ല, ഇവിടേക്ക് മീറ്ററുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ, മീറ്ററുകളല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഘനമീറ്റർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഘനമീറ്റർ എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ്. ഓക്കെ, മീറ്റർ ക്യൂബ്, ഇത്രയ്ക്ക് മീറ്റർ ക്യൂബ് ഉണ്ട്. ഇതിൽ 1 മീറ്റർ ക്യൂബ് മണലിൻ്റെ വില എത്രയാണ്? 1 മീറ്റർ ക്യൂബ് മണലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. നമുക്ക് 8 മീറ്റർ ക്യൂബ് മണലുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 മീറ്റർ ക്യൂബ് മണലിൻ്റെ വില എത്രയായിരിക്കും? 8 മീറ്റർ ക്യൂബ് മണലിൻ്റെ വില എന്ന് പറയുന്നത് 8 ഇൻറ്റു ഈ 1ൻ്റെ വില 1000 അല്ലേ, അപ്പോൾ 8000 ഉണ്ടാവുമല്ലോ. 8000, അപ്പോൾ എത്രയാണ് വരിക? 8000 അല്ലേ. 8000 രൂപീസ് ആയിരിക്കും നമ്മുടെ മണലിൻ്റെ പ്രൈസ്, അതായത് സാൻഡിൻ്റെ പ്രൈസ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെന്താ പറയുന്നത്? പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ, അതായത് തറ. ഇതാണിപ്പോൾ നമ്മുടെ തറ വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ തറ. തറ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിണ്ട് ഒക്കെ കാണൂലേ, നമ്മളെ മുറ്റത്തിൻ്റെ പണ്ടത്തെ വീടിനൊക്കെ ഉണ്ടാവുന്ന അതാണിത്. ഈ ഒരു തറയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ തറയ്ക്ക് 6 മീറ്റർ നീളമുണ്ട്, 1 മീറ്റർ വീതിയുണ്ട്, 50 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഉള്ളത്. ഇതിൻ്റെ വോളിയം എത്ര ഘന സെൻറ്റിമീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ളത് ഇവിടെ മീറ്ററാണ്, ഇവിടെയും മീറ്ററാണ്, ഇവിടെ സെൻറ്റിമീറ്ററാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എത്ര ഘന സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിലും എത്ര ക്യൂബിക് മീറ്റർ ആണ്. സോറി, ഇതല്ല. ഓക്കെ, ഇവിടെ ക്യൂബിക് മീറ്റർ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരോട് ക്യൂബിക് മീറ്ററും നമ്മുടെ മലയാളം മീഡിയക്കാരോട് ക്യൂബിക് സെൻറ്റിമീറ്ററുമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് രണ്ടിൻ്റെയും ആൻസർ കാണാം. ഫസ്റ്റ് നമുക്ക് എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് കാണാം. 6 മീറ്റർ എന്ന് പറഞ്ഞാൽ 600 സെൻറ്റിമീറ്റർ അല്ലേ? അതുപോലെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ അല്ലേ? 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ ആണല്ലോ. ഈ 6 മീറ്റർ അത് ലെങ്ത്, നീളം അല്ലേ? അതുപോലെ 1 മീറ്റർ എന്ന് പറയുന്നത് വീതിയല്ലേ? 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഉയരമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം എത്ര? ഇതിൻ്റെ വ്യാപ്തം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളം 600, വീതി 100, ഉയരം 50. ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടാം? 6 × 5 30 അല്ലേ? 30, 1, 2, 3, 4, 5. ഇത്രയ്ക്കും ഘന സെൻറ്റിമീറ്റർ ആണ് എന്ന് കിട്ടും. ഘന സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ക്യൂബിക് മീറ്ററിലാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ 6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇത് മൂന്നുമല്ലേ നമ്മൾ കാണേണ്ടത്? GHT. ഓക്കെ, ലെങ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ ആണ്. 50 സെൻറ്റിമീറ്റർ എത്ര മീറ്ററാ? അര മീറ്റർ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 0.5 മീറ്റർ, 0.5 മീറ്റർ എന്നോ അല്ലെങ്കിൽ 1/2 മീറ്റർ എന്നോ എഴുതാം. ഞാനിവിടെ 1/2 മീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ വേണ്ട, 0.5 മീറ്റർ എന്ന് എഴുതുന്നു. ഓക്കെ അല്ലേ? എന്ത് എഴുതിയാലും കുഴപ്പമില്ല. 0.5 എന്ന് എഴുതാം, 1/2 എന്ന് എഴുതാം. 1/2 നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് 1/2 മീറ്റർ എന്ന് തന്നെ എഴുതാം. ഇനി നമുക്ക് വോളിയം കാണാം. വോളിയം എല്ലാം എന്തിനാണ് മീറ്ററിലേക്ക് മാറ്റിയത് ഇവിടെ? കാരണം നമുക്ക് ആൻസർ മീറ്ററിലാണ് വേണ്ടത്. സോ നമ്മൾ ആൻസർ എല്ലാം മീറ്ററിലേക്ക് മാറ്റി. ഇവിടെ നമ്മൾ ആൻസർ എല്ലാം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ കാരണം നമുക്ക് വേണ്ടത് ഇവിടെ സെൻറ്റിമീറ്ററിലായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ സെൻറ്റിമീറ്ററിലേക്കാണ് മാറ്റിയത്. ഇവിടെ മീറ്റർക്ക് വേണ്ടത് കൊണ്ട് ഉള്ള സെൻറ്റിമീറ്ററിനെ വരെ നമ്മൾ മീറ്റർക്ക് മാറ്റി. ഇവിടെ സെൻറ്റിമീറ്ററിലാണ് ഉത്തരം വേണ്ടത്, അതുകൊണ്ട് മീറ്ററിലുള്ളതിനെല്ലാം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ലെങ്ത് എത്രയാണ്? 6, ബ്രെഡ്ത്ത് 1, ഹൈറ്റോ 1/2. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 6 × 1 × ½ 3 അല്ലേ? 3 എന്താണ്? ക്യൂബിക് മീറ്റർ. 3 ക്യൂബിക് മീറ്റർ. ക്യൂബിക് മീറ്റർ ആവുമ്പോൾ 3 ആണ്. ക്യൂബിക് സെൻറ്റിമീറ്റർ ആവുമ്പോൾ എത്ര വരിക? 10, 100, 1000, 1000, ലക്ഷം,
ലക്ഷം 30 ലക്ഷം അല്ലേ? ക്യൂബിക് സെൻറ്റിമീറ്റർ ആകുമ്പോൾ 30 ലക്ഷം, ക്യൂബിക് മീറ്റർ ആകുമ്പോൾ 3. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണാം കേട്ടോ. താങ്ക് യു.